السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. ربنا عليك توكلنا وإليك أنبنا وإليك المصير، وما توفيقي إلا بالله عليه തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് രാവിനെ സംബന്ധിച്ചും ബറാത്ത് നോമ്പിനെ സംബന്ധിച്ചും പറയാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാന്റെ മുമ്പായി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിൻ്റെ പകുതിയുടെ രാവ്, 15-ാം രാവ്. അതിനാണ് നമ്മൾ ബറാത്ത് രാവ് എന്ന് പറയുന്നത്. ബറാത്ത് എന്ന് പറയുന്നത് ആ പദം തന്നെ അറബി പദമാണ്. ബറാഅത്ത് എന്നാണ്. ബറാഅത്ത് രാവ്, അത് പിന്നെ പറഞ്ഞ് ബറാത്തായതാണ്. ബറാത്ത് രാവ്, ബറാഅത്ത് രാവ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മോചനരാവ് എന്നാണ്. എത്രയോ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുന്ന രാത്രിയാണ്. ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നൂറാനിയത്ത്, റഹ്മത്ത് പടപ്പുകളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന രാവാണ്. അന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, അറിയുക, ആരെങ്കിലും പാപമോചനം തേടുന്നവരുണ്ടോ, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കും. ആരെങ്കിലും റിസ്ക് തേടുന്നവരുണ്ടോ, ഞാൻ അവർക്ക് റിസ്ക് നൽകും. ആരെങ്കിലും വല്ല ബലായിലും അസുഖത്തിനും പെട്ടിട്ടുണ്ടോ, അവർക്ക് ഞാൻ ആഫിയത്ത് നൽകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രഖ്യാപനം മലക്കുകൾ മുഖേന നടത്തപ്പെടുന്ന രാവാണത്. വലിയ ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് ഓഫർ വരുമ്പോഴും അത് നമ്മൾ ഉപയോഗപ്പെടുത്തലാണ് വേണ്ടത്. അല്ലാതെ പുണ്യമായ ഒരു രാവങ്ങനെയാണ് കഴിഞ്ഞു പോകും, നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന രൂപത്തിൽ അത് നമ്മളിരുന്നാൽ നമ്മൾ കഷ്ടത്തിലാവും, രാത്രി അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി അടുത്ത ബറാത്തിന് ആരാ ഉണ്ടാവുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തലാണ് ബുദ്ധി. അപ്പം ആ രാവിനെ നമ്മൾ ഹയാത്താക്കണം. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ കുറേയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ചെയ്യാത്ത അമലുകൾ അതിനപ്പുറമായി ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്യണം. എത്രയോ പാപങ്ങൾ ചെയ്ത പാപികളാണ് നമ്മൾ. ഈ പറയുന്ന ഞാനും കേൾക്കുന്നവരായ നിങ്ങളും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കൂട്ടിയവരാണ്. അതൊക്കെ പൊറുപ്പിച്ച് എല്ലാം ക്ലിയറാക്കിയിട്ട് വേണം നമുക്ക് പരിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യാൻ. അതിനു വേണ്ടി അല്ലാഹു തആല കനിഞ്ഞു നൽകിയ ഒരു രാവാണത്. ആ രാത്രിയിൽ സാധാരണ നമ്മൾ ചെയ്തു പോരാറുള്ള, പരമ്പരാഗതമായി നമ്മൾ ചെയ്തു പോരാറുള്ള ഒരു അമലാണ് 3 യാസീൻ ഓതൽ. കിതാബുകളിലൊക്കെ അത് കാണാൻ കഴിയും. അങ്ങനെ പരമ്പരാഗത
പരമ്പരാഗതമായി സലഫു സാലിഹിൽ നിന്ന് വന്ന ഒരു അമലാണത് എന്ന് കിതാബിലൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 യാസീൻ ഓതുക ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരമൊന്നുമില്ലാതെ ആ സമയത്തൊക്കെ മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സൗകര്യത്തിൽ നല്ലൊരു മനസാന്നിധ്യത്തോടെ ഇരുന്ന് 3 യാസീൻ ഓതുക. പൂർവികരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് തന്നെ കാണാം. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത്തില, യാസീൻ സൂറത്ത് അത് എന്തിനു വേണ്ടി ഓതപ്പെട്ടോ അതിനുള്ളതാണ്. എന്തുദ്ദേശം വെച്ചാണോ യാസീൻ ഓതിയത് ആ ഉദ്ദേശം സാധിക്കുമെന്നാണ്. പിന്നെ ഈ പ്രത്യേക രാത്രിയിൽ, ഇങ്ങനത്തെ ഓഫറുള്ള രാത്രിയിലൊക്കെ ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഏതായാലും പണ്ഡിതന്മാർ ഈ 3 ഉദ്ദേശങ്ങൾ വെച്ച് യാസീൻ ഓതാനാണ് പറഞ്ഞിട്ട്. പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഒന്ന്, നമുക്കും നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവർക്കൊക്കെ ആഫിയത്തോടുള്ള ദീർഘായുസ് അവൻ്റെ പൊരുത്തത്തിലായി ലഭിക്കാൻ, ആഫിയത്തോടുള്ള ദീർഘായുസ് അവൻ്റെ പൊരുത്തത്തിലായി ലഭിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു യാസീൻ. ആയുസ് ദീർഘിക്കൽ നല്ലതാണ്. ആർക്ക്? സൽക്കർമ്മം ചെയ്യുന്നവർക്ക്. ഖൈറുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ, മൻ താല ഉംറുഹു വഹസുന അമലു, ആയുസ് നീളുകയും പ്രവർത്തനം നന്നാവുകയും ചെയ്യുന്നവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അപ്പോൾ ആയുസ് കുറേ കാലം ജീവിച്ചതുകൊണ്ട് കാര്യമായില്ല, അതോടൊപ്പം എന്ത് വേണം? റബ്ബിൻ്റെ പൊരുത്തത്തിലാവും വേണം ആ ജീവിതം. അപ്പം അതിനാണ് നമ്മൾ ആഫിയത്തും വേണം, ഇബാദത്ത് ചെയ്യാൻ അമൽ ചെയ്യാനുള്ള ആഫിയത്തും വേണം. അപ്പോൾ ഒന്നാമത്തെ യാസീന് ആഫിയത്തോടെ ദീർഘായുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ലഭിക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ യാസീൻ ഹലാലായ റിസ്ഖ് വിശാലമാകാൻ, റിസ്ഖ് വിശാലത കിട്ടാൻ വേണ്ടി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണല്ലോ നമ്മളെല്ലാം നമ്മൾ ഈ ഗൾഫിലൊക്കെ വന്നിട്ട് പ്രയാസപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ഖിന് വേണ്ടിയിട്ടാണ്. അന്നം കഴിക്കാനാണ്. നമുക്കും കഴിക്കണം, നമ്മളെ ആശ്രിതർക്കും കഴിക്കണം. അങ്ങനെ റിസ്ഖ് തേടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ പ്രവാസികളായിട്ട് വന്നിട്ടുള്ളത്. പ്രവാസ ലോകത്ത് നമ്മൾ താമസിക്കുന്നത് എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ഖ് വേണ്ടിയിട്ടാണ്, റിസ്ഖിന് വേണ്ടി. അത് ഹലാലായ രൂപത്തിൽ കിട്ടുമാണ്. റിസ്ഖ് എവിടുന്നെങ്കിലും കൊള്ളയടിച്ചിട്ട്, ആരെങ്കിലും മോഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ വഞ്ചിച്ചിട്ട് എങ്ങനെയെങ്കിലും റിസ്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഹലാലായ മാർഗത്തിലൂടെ റിസ്ഖ് വിശാലത ലഭിക്കാൻ വേണ്ടി. ആ ഉദ്ദേശം വെച്ച് നമ്മൾ രണ്ടാമത്തെ യാസീൻ ഓതാം. പിന്നെ മൂന്നാമത്തെ യാസീൻ പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യമാണ്. അവസാനം ഈമാൻ കിട്ടി മരിക്കുക, ഈമാനോടുകൂടി മരിക്കുക, അവസാനം നന്നായി മരിക്കുക. ആഖിബത്ത് നന്നായിട്ട് മരിക്കുക. നമ്മളെ പരമപ്രധാനമായ ലക്ഷ്യം അതാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ആഖിബത്ത് നന്നായിട്ട് മരിക്കുക എന്നുള്ള ആ ഉദ്ദേശം വെച്ച് മൂന്നാമത്തെ യാസീനും ഓതുക. ഇങ്ങനെ 3 യാസീന് രാവിലെ ഓതുക. രാവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ രാത്രി എന്ന് പറയുമ്പോഴാണ് മഗ്‌രിബിൻ്റെ ശേഷമാണ് രാത്രിയാവുക. അസറിൻ്റെ ശേഷമൊക്കെ ഓതുക എന്നൊക്കെ ചില ഏടുകളൊക്കെ കാണാം. ഏറ്റവും നല്ലത് ഇശാ മഗ്‌രിബിന് ഇടയിൽ, അപ്പോഴാണല്ലോ രാത്രിയാവുന്നത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരാൾക്ക് ഓതാൻ പറ്റിയില്ലെങ്കിൽ രാവും പിന്നെ അതിന് ശേഷം രാവുണ്ടല്ലോ. നമ്മളെ പ്രവാസ ലോകത്തൊക്കെ ജോലിയെടുക്കുന്ന ആളുകൾക്ക്
ഇഷാമാരിപ്പിനിടയിലൊന്നും ചിലപ്പോൾ യാസീൻ ഓതാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് ഒരു ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആശ്വാസത്തിൽ എന്ത് ചെയ്താൽ മതി, സൗകര്യം കിട്ടുന്ന സമയത്ത് ആ രാത്രിയിലാവണം എന്നേ ഉള്ളൂ. ആ സമയത്ത് ഈ 3 യാസീന് പ്രധാനമായിട്ടും ഈ 3 ഉദ്ദേശം വെച്ച് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് പിന്നെ റബ്ബിനോട് ദുആ ചെയ്യുക. നമുക്ക് ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം നമ്മളെ ഭാഷയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. ഞാൻ ഈ ഓതി യാസീൻ, റബ്ബേ അത് ഇന്ന ഉദ്ദേശത്തിനാണ് റബ്ബെ അതിന് സാധിപ്പിക്കണം അല്ലാ, അയാൾക്ക് പറ്റി നന്നാക്കി തരണേ അല്ലാ. അതുപോലെ തന്നെ റിസ്ക് ഹലാലായ രൂപത്തിൽ റിസ്ക് വിശാലമാക്കി തരണേ അല്ലാ. ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി എൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകണേ എന്നൊക്കെ മലയാളത്തിൽ, അറബിയിലാണെന്നൊന്നുമില്ല. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ചെയ്ത ദോഷങ്ങളെ സംബന്ധിച്ച് റബ്ബിനോട് കേണപേക്ഷിച്ച് പൊരുത്തപ്പെടിയിക്കുക. റബ്ബേ നീ പൊരുത്തപ്പെട്ട് തരണം, നീയല്ലാതെ പൊരുത്തപ്പെടാൻ ആരുമില്ല, ദോഷങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രത്യേകം ചെയ്യുക, പാപമോചനം തേടുക. അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുക. പിന്നെ പല ചെല്ലാനും ദിക്റുകളും ഔറാദുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സുലഭമാണ്, എല്ലാവർക്കും അറിയാം. അതൊന്നും ഇപ്പോൾ നമ്മൾ ഈ വോയിസ് പറഞ്ഞാൽ നീണ്ടുപോകും. അതൊക്കെ നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സൂറത്ത് ദുഖാനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. എല്ലാ ദിവസവും ഓതൽ പ്രത്യേകതയുള്ള ഒരു സൂറത്ത് തന്നെയാണ് സൂറത്ത് ദുഖാൻ എന്ന് പറഞ്ഞത്. അതും സൗകര്യപ്പെടുന്നവർ അതും ഓതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ നോമ്പിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോണത്. നോമ്പ് ബറാത്ത് നോമ്പ് എപ്പോഴാണ്? ഷാബാൻ 15-നാണ്. ഇന്ന് ഷാബാൻ 13-ആണ്. ഞാനിപ്പോൾ ഈ വോയിസ് വിടുന്നത് ഷാബാൻ 13-നാണ്. ഷാബാൻ 13 കഴിഞ്ഞ് നാളെ 14-ആണ്. നാളെ 14, നാളെ ഉറൂബിൻ്റെ ശേഷമാണ് ഈ 15-ാം രാവ് എന്ന് പറഞ്ഞത്, ബറാത്ത് രാവ് എന്ന് പറഞ്ഞത്. അതും കഴിഞ്ഞ് ചൊവ്വാഴ്ച പകലാണ് ബറാത്ത് ദിനം. അതായത് രാത്രിയാണ് ആദ്യം, പിന്നെയാണ് പകൽ. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറയില്ലേ. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുക. എന്നതുപോലെ നാളെ അസ്തമിച്ച രാത്രിക്കാണ് ബറാത്ത് രാവ് എന്ന് പറയുക. പിറ്റേ ദിവസമാണ്, ചൊവ്വാഴ്ചയാണ് ബറാത്ത് ദിനം. ഈ ബറാഅത്ത് ദിനത്തിൽ പ്രത്യേകമായി തന്നെ നോമ്പ് സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാത്ത് നോമ്പ്, നിസ്ഫ് ശഅബാന നോമ്പ് എന്നൊക്കെ പറയാം. പിന്നെ അതോടൊപ്പം നാളത്തെ ദിവസം എന്താണ്? നാളെ തിങ്കളാഴ്ചയാണ്. ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും. ആ വ്യാഴാഴ്ചയും പിന്നെ തിങ്കളാഴ്ചയുമുള്ള ഈ 2 നോമ്പിൻ്റെ അടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഏറ്റവും അഫ്ളലായ നോമ്പ് അത് തിങ്കളാഴ്ചത്തതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് കിട്ടുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ബറാത്ത് നോമ്പിലേക്ക് പോകുക എന്നുള്ളത് അതൊരു മോശത്തരല്ലേ? അതൊരു മോശത്തരാണ്. അപ്പം എന്ത് ചെയ്യുക? ഈ തിങ്കളാഴ്ചയും നോൽക്കുക, നാളെയും നോൽക്കുക, പിന്നെ മറ്റന്നാളും നോൽക്കുക. അതിനൊന്നും ഇപ്പോൾ നാട്ടിലും പ്രയാസമില്ല, ഇവിടെയും പ്രയാസമില്ല. കാലാവസ്ഥ കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ തീരെ ഗൾഫ് രാജ്യത്തിൽ തീരെയില്ല, നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല എന്ന്. നമ്മൾ നാളത്തെ ആഖിറത്തിന് വേണ്ടിയുള്ള വിജയത്തിന് വേണ്ടിയിട്ടല്ലേ, ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതൊന്നും മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ ഇന്ന് തന്നെ നോമ്പ് കൊടുക്കുന്ന ആൾക്കാർ നോറ്റവരുണ്ടാകും, ഇന്ന് നോറ്റവരുണ്ടാകും. കാരണം അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ് 13 മാസത്തിൽ. പിന്നെ 3 ദിവസം അങ്ങനെ നോമ്പ് എടുക്കുന്ന സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദ്, വെളുത്ത രാവുകളുടെ പകലുകൾ 13, 14, 15. ഇത് 13-ആണ്. അപ്പോൾ ആ നിലക്ക് ഇന്നും നോമ്പെടുത്തവരുണ്ടാകാം.
അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് നോക്കുന്നവരും ഉണ്ടാകാം. ഞാനിപ്പോൾ പറയുന്നത് നാളത്തെയും മറ്റന്നാളത്തെയും കാര്യമാണ്. നാളെ നോൽക്കണം, തിങ്കളാഴ്ചയാണ്. മറ്റന്നാൾ എന്താണ്? ബറാത്ത് ദിനമാണ്, ബറാത്ത് നോമ്പുമാണ്. ഇതിപ്പോൾ നാട്ടിൽ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, സന്തോഷം. എവിടെയും വ്യത്യാസമില്ല, ഒരു നാട്ടിലും ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് ആ നോമ്പെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. തിങ്കളാഴ്ച നോമ്പെടുക്കുമ്പോൾ തിങ്കളാഴ്ചൻ്റെ സുന്നത്ത് നോമ്പും, നാളത്തെ നോമ്പെടുക്കുമ്പോൾ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും, അയ്യാമുൽ ബീദിൽപ്പെട്ട സുന്നത്ത് നോമ്പും, സുന്നത്ത് നോമ്പും അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുകൂട്ടുവാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. മറ്റന്നാൾ നോൽക്കുമ്പോൾ നിസ്ഫ് ശഅബാൻ്റെ സുന്നത്ത് നോമ്പും അയ്യാമുൽ ബീദിൽപ്പെട്ട സുന്നത്ത് നോമ്പും അള്ളാഹു തആലാക്ക് വേണ്ടി നാളെ ഞാൻ നോൽക്കുവാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. 2 നിയ്യത്ത് വെച്ചാൽ 2ൻ്റെ പ്രതിഫലം കിട്ടും. ബറാത്ത് നോമ്പുമാണ്, പിന്നെ അതിൻ്റെ പുറത്ത് അയ്യാമുൽ ബീദിൽപ്പെട്ട നോമ്പുമാണ്. 15 അന്ന് നോമ്പ് സുന്നത്തുള്ള ദിവസമാണല്ലോ. അപ്പോൾ അതും കൂടി 2 കൂടി കരുതുക. തിങ്കളാഴ്ച അന്നും 2 കരുതുക, അതുപോലെ തന്നെ ചൊവ്വാഴ്ചൻ്റെ അന്നും 2 നിയ്യത്ത് വെക്കുക. 2 കൂടി കൂട്ടി നിയ്യത്ത് വെക്കുക. ആ 2ൻ്റെയും പ്രതിഫലം ലഭിക്കും. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊക്കെ ചിലപ്പം റമദാനിലെ നോമ്പ് ഖദായി പോയിട്ടുണ്ടാവും. അവർക്ക് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഏതായാലും ഇതൊക്കെ ഖദാ വീട്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വല്ലതും ഖദാ ബാക്കിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അതിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താം. പക്ഷേ എന്ത് വേണം ശ്രദ്ധിക്കണം, ആ ഖദാ വീട്ടുന്നത് ആദ്യം നിയ്യത്ത് വെക്കണം. ആദ്യം ഖദാണ്, ഫർദിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. അത് നെയ്യത്ത് വെച്ച് ഇതിനോട് എന്ത് ചെയ്യുക, ആ ഫർദിനോട് പിന്നെ ഈ 2 സുന്നത്തുകളെയും കൂടി കൂട്ടി നിയ്യത്ത് വെക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. 2 നോമ്പെങ്കിലും നമുക്ക് നോൽക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത്, റമദാൻ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് കാണാം. ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത്. നമ്മളിപ്പോൾ എവിടെ നോമ്പെടുക്കുക? ഈ 2 ദിവസം ഈ 3 ദിവസമൊക്കെ നോമ്പെടുക്കുന്നതല്ല, ആരാപ്പോൾ കൂടുതൽ നോൽക്കുന്നു? അപ്പോൾ അതുകൊണ്ട് ഈ 2 ദിവസമെങ്കിലും എല്ലാവരും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഈ ബറാത്ത് രാവിന് എന്തൊക്കെ ഓഫറുകളാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്, അതെല്ലാം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആ രാവിലൊക്കെ നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്ത പാപികളാണ് റബ്ബേ. നീ പുറത്തു നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ മോചിതരാക്കണേ അല്ലാഹ്, നരകമോചിതരാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ദിനരാത്രങ്ങളാണ് ഞങ്ങളെ മുന്നിലുള്ളത് റബ്ബേ. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹലാലായ മാർഗത്തിലുള്ള റിസ്ഖ് ഞങ്ങൾക്ക് നീ വിശാലമാക്കണേ അല്ലാഹ്. ആ റിസ്ഖിന് കാരണമാകുന്ന ജോലിയിൽ അതിലൊക്കെ ഞങ്ങൾക്ക് നീ ബിസിനസ്സിലൊക്കെ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഹറാമായ സമ്പാദ്യത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിൻ്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ,
അനുയോജ്യമായ ജോലി നൽകണേ അല്ലാ. അനുയോജ്യമായ ജോലി എളുപ്പമാക്കണേ അല്ലാ. ഹജ്ജ് ഉംറയും ഉദ്ദേശിച്ചവരുണ്ട് റബ്ബേ, നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.